law of refraction or Snell's law of refraction എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ലോ. sin I by sin r is equal to n2 by n1. അത് നമുക്ക് പ്രൂവ് ചെയ്യണം യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഇനി നന്നായിട്ട് ആലോചിച്ച് ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്കൊരു രണ്ട് മീഡിയം ഉണ്ട് റിഫ്രാക്ഷൻ നടക്കാൻ. ആദ്യത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. ഇപ്പം n1-ൽ നിന്ന് n2-ലേക്ക് പോകുമ്പോഴാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്, തെറ്റിക്കരുത്, എന്താണ് വന്ന് വീഴുന്നത്? പ്ലെയിൻ, കൺസിഡർ എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു വട്ടത്തിലുള്ള ലൈറ്റാണ് അതിനെ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറയും. അതുപോലെ നമ്മൾ പറയുന്നതാണ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. അതൊരു പ്ലെയിൻ ആയിട്ട് ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നു. ഇപ്പം ഇവിടെ ഒരു പ്ലെയിൻ, നമുക്കൊരു പ്ലെയിൻ ഓഫ് ലൈറ്റ് വരയ്ക്കണം. ഒരു പ്ലെയിൻ ഓഫ് ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പം ഇപ്പം ഇവിടുന്ന് ഒരു ഇൻസിഡന്റ് റേ ഇവിടെ വന്ന് വീണു, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് ഒരു ഇൻസിഡന്റ് റേ ഇവിടെ വന്ന് വീണു. അപ്പൊ ഇത് രണ്ടും ചേരുന്ന ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് വരച്ചാൽ അതാണ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഈ വന്ന പോയിന്റിൽ നോർമലി അത് റിഫ്രാക്ഷൻ നടന്ന് വളഞ്ഞിങ്ങോട്ട് പോകുന്നു. ഈ ഒരു പോയിന്റിൽ നിന്നും റിഫ്രാക്ഷൻ നടന്ന് അത് വളഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. അപ്പം നമ്മൾ രണ്ട് റേ എടുത്തു, രണ്ട് ഇൻസിഡന്റ് റേ വരച്ചു. ആ രണ്ട് ഇൻസിഡന്റ് റേയും ഇവിടുന്ന് വന്ന് ഇവിടെ വന്ന് ഇൻസിഡന്റ് ആയി അവിടെ വെച്ച് റിഫ്രാക്ഷൻ നടന്ന് വളഞ്ഞ് ഇങ്ങ് പോകുന്നു. ഇത് ഇവിടുന്ന് ഇവിടെ വന്ന് ഇൻസിഡന്റ് ആയി ഈ പോയിന്റിൽ വെച്ച് റിഫ്രാക്ഷൻ നടന്ന് ഇങ്ങ് പോകുന്നു. അപ്പം നമുക്കിത് രണ്ടിനും നോർമൽ വരയ്ക്കാം. നോർമൽ വരച്ചാലേ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് എ നോർമൽ ഓഫ് ദിസ് ലൈൻ ഓർ ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ, ആൻഡ് ഹിയർ ദിസ് ഈസ് എ നോർമൽ. So here we can write this is the angle of incidence, IU. This is angle of refraction, R. അങ്ങനെയെങ്കിൽ ഈ വരുന്ന ഇൻസിഡന്റ് റേ ഒരു പ്ലെയിൻ വേവ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം ഈ ഒരു പ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്നതാണ് ആ പ്ലെയിൻ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു 90 ഡിഗ്രി വരുന്ന പോലെ ഒരു റേ ഇങ്ങോട്ട് വരയ്ക്കണം. കണ്ടോ? അപ്പോൾ ഇത് ഇവിടെ ഒരു പേരെഴുതിയ ഇവിടെ എ, ഇത് ബി ആണെങ്കിൽ എ ബി ഈസ് ദ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ദിസ് ഈസ് ദ എ ബി. എ ബി ഈസ് ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. അതുപോലെ ഈ പോയിന്റിൽ നിന്നാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അവിടുന്ന് ഇതിലോട്ട് 90 ഡിഗ്രി വരയ്ക്കണം. സെയിം കളർ കൊണ്ട് വരയ്ക്കാം, അപ്പം നന്നായിട്ട് മനസ്സിലാവും. ഇവിടുന്ന് 90 ഡിഗ്രി ഞാൻ ഇങ്ങോട്ട് വരച്ചു. ദിസ് ഈസ് ഇച്ചിരി ചെരിഞ്ഞു പോയെന്ന് തോന്നണം, സാരമില്ല. ദാറ്റ് ഈസ് ഇവിടെ റിഫ്രാക്ഷൻ തുടങ്ങി, ഇവിടെ റിഫ്രാക്ഷൻ. ഇതാണ് റിഫ്രാക്ഷൻ നടന്നല്ലേ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. അതിനെ ഞാൻ എ ബി സി ഡി എന്ന് വിളിച്ചു. എ ബി സി ഡി. നമ്മൾ പറഞ്ഞു ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്ര പറയാവോ? ഈ പ്ലെയിനിന് വേണേ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു പോലെ MN എടുത്തു. ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്ര?
ഞാൻ അതിനുള്ള വഴികൾ പറഞ്ഞു തരാം എങ്ങനെയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. ഇത്രയും 90 ആണല്ലേ, ഇത്രയും 90 ആകുമ്പം ഇതെന്ന് പറയുന്നത് 90 മൈനസ് ഐ ആയി. ഇത്രയും 90 മൈനസ് ഐ ആണെങ്കിൽ, ഇത്രയും 90 ആണെങ്കിൽ ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ഇത് ഐ ആയിരിക്കും. ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയോ? എന്നിട്ട് മനസ്സിലായോ അത് ഐ എങ്ങനെയാ വരച്ചതെന്ന്? എങ്ങും ഇല്ല ഇത്, അതുകൊണ്ട് ഞാൻ വളരെ പറയുന്ന ശ്രദ്ധിച്ചോണം. ഇത് ഐ ആണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ 90 ആണ്. അപ്പൊ ആ 90ന്ന് ഐ കുറച്ചാലുള്ള വാല്യൂ 90 മൈനസ് ഐ ആണിത്. പിന്നെ ഇത് 90 ആണ്. 90 മൈനസ് ഐയുടെ സംതിങ് കൂട്ടുമ്പോൾ 90 കിട്ടണമെങ്കിൽ ഐയും വെട്ടിപ്പോകണം. അപ്പൊ ഇത് ഐ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇത് 6 പറഞ്ഞല്ലേ, ഇത് 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 6 ആണെങ്കിൽ ഇത്രയും 90 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? പറഞ്ഞേ, ഇത്രയും 90 ആണ്, ഇത് എത്രയായിരിക്കും? എന്നിട്ട് പറഞ്ഞേ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഇത്ര 6 ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? ദീപക്കേ ആലോചിച്ച് പറഞ്ഞേ. എടോ ഈ 180 എവിടെ നിന്നാവുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 90. ഇത്രയും 90 ആണെങ്കിൽ ഇത്ര 6 ആണെങ്കിൽ ഇത് ബാക്കി 90ന്റെ ബാക്കിയില്ലേ? 90 മൈനസ് 6 അല്ലേ? ആ, ഇത് 90 മൈനസ് 6, ഇത് 90. അങ്ങനെയെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 3 കൂട്ടിയാൽ 180 കിട്ടണം. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പാടുള്ള സാധനം. ഇത് 90 മൈനസ് 6, ഇത് 90 ആണ്. ഇത് എത്രയായിരിക്കും? ദീപക്കേ, സോനു പറഞ്ഞ, ആരിലൊക്കെ ആൻസർ പറഞ്ഞേ? മൊത്തം കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പൊ 90 മൈനസ് 6ഉം 90യും കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ മൈനസ് 6 പോകണമെങ്കിൽ ഇവിടെ ഇത് പ്ലസ് 6 ആയിരിക്കും. ഇത് 6 ആയിരിക്കും. ഈ ആംഗിൾ 6 ആയിരിക്കും, ഈ ആംഗിൾ ഐ ആയിരിക്കും. ചുമ്മാ പടത്തിൽ എഴുതുവല്ല ചെയ്തത്, വളരെ ക്ലാരിറ്റിയോടുകൂടി ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ ചോദിച്ചാൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒന്നുകൂടെ പറഞ്ഞു തരണോ? നമ്മൾ വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഐയും 6ഉം വരയ്ക്കുക. ഇത് ഐ ആണെങ്കിൽ ഇത്രയും 90 ആണ്. അപ്പൊ അത് 90 മൈനസ് ഐ. പിന്നെ ഇത് 90 ആണ്. ഇത് 90 ആകുമ്പം ഇത് 90 മൈനസ് ഐ ആണെങ്കിൽ ഇത് ഐ ആയിരിക്കും. ഇത് 6 ആണെങ്കിൽ ഇത്രയും 90 ആകുമ്പം ഇത് 90 മൈനസ് 6 ആയിരിക്കും. പിന്നെ ഇത് 90 ആ നമുക്കറിയാം. അത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പം ഈ ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾ 180 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 6 ആയിരിക്കണം. മനസ്സിലായോ മേട്ടു? മെസ്സേജ് ചെയ്തേ ദീപക്കെ, ക്ലാരിഫൈ ആയോ? എന്നാൽ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് sin i ബൈ sin r ഈസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ n2 ബൈ n1 ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇപ്പൊ ഞാൻ പറഞ്ഞു ബി മുതൽ സി വരെയാണ് ഇൻസിഡന്റ് റേ എയിൽ വന്ന് വീണല്ലേ. ഇൻസിഡന്റ് റേ ആദ്യം എയിൽ വന്ന് വീണു. പക്ഷെ ആ സമയത്ത് അത് ബിയിൽ എത്തിയുള്ളൂ, സിയിൽ വന്ന് വീണില്ല. അപ്പൊ ബി സി എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി അത് എടുത്ത സമയം, ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം മലയാളത്തിലങ്ങ് എഴുതുക കേട്ടോ. അപ്പൊ അത് കാണാൻ വേണ്ടി ഇത്രയും ഡിസ്റ്റൻസ് എത്രയാന്ന് നമുക്കറിയാം, ബി സി. ഇത് ആദ്യത്തെ ഇൻസിഡന്റ് റേയുടെ ആയതുകൊണ്ട് അതിന്റെ വെലോസിറ്റിനെ ഞാൻ v1 എന്ന് എടുത്ത്, ഇവിടെ ഈ റിഫ്രാക്റ്റഡ് റേ പോയതിന്റെ വെലോസിറ്റിനെ ഞാൻ v2 എന്ന് എടുത്തു. അപ്പം
വെലോസിറ്റി v1 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ അതിനകത്ത് ടൈം കാണാൻ t is equal to bc by v1. ശരിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. സിമിലർലി റിഫ്രാക്ഷൻ നടന്നത് ഇതാണ് അഡീഷണൽ ലെങ്ത് വന്നത് AD. അപ്പൊ അവിടുത്തെ വെലോസിറ്റി v2 ആണെങ്കിൽ v2 is equal to AD by ടൈം, അതിനടുത്ത സമയം. അപ്പൊ എങ്ങനെ വരും? v2 അല്ല, ടൈം ഈസ് ഈക്വൽ ടു v2 ഡിവൈഡഡ് ബൈ t ഈസ് ഈക്വൽ ടു AD ഡിവൈഡഡ് ബൈ v2. AD ഡിവൈഡഡ് ബൈ v2. ഇനി രണ്ടും ടിയുടെ വാല്യൂ ആണ്. നമുക്കതുകൊണ്ട് വേണമെങ്കിൽ ഇതിനെ BC ബൈ v1 ഈസ് ഈക്വൽ ടു AD ബൈ v2 എന്ന് എഴുതി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. v1 ബൈ v2 എന്നുള്ള ഫോമിൽ വേണമെങ്കിൽ v1 ബൈ v2, v1 ഇങ്ങ് കൊണ്ടുപോയാൽ മതി, AD താഴത്തോട്ട് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു BC ബൈ AD. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ വരെ മനസ്സിലായോ? BC ബൈ AD എന്നുള്ളതിന് നമ്മൾ എന്നാ എഴുതി വെച്ചിരിക്കുന്നത്? v1 ബൈ v2 എന്നല്ലേ? നടന്നു നോക്കിയേ. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തു. അതിനകത്ത് I ഉണ്ട്, സൈൻ I, എതിർവശം ബൈ കർണം, BC ബൈ AC. ട്രയാങ്കിൾ ACD കൺസിഡർ ചെയ്യില്ല, ADC കൺസിഡർ ചെയ്ത് അതിനകത്ത് R ഉണ്ട്, സൈൻ R. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ AD ബൈ AC. സൈൻ I ബൈ സൈൻ R എന്ന് പറഞ്ഞ സ്നെൽസ് ലോയിലോട്ട് കൊടുത്തു. അപ്പം സൈൻ I BC ബൈ AC ഡിവൈഡഡ് ബൈ AD ബൈ AC. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം BC ബൈ AD എന്നായി. എന്നാൽ ഈ BC ബൈ ADയുടെ ഉത്തരം മുമ്പ് എഴുതി വെച്ചിട്ടില്ലേ? എത്രയാണത്? BC by AD is equal to V1 by V2. Therefore, BC by AD is equal to V1 by V2. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം N is equal to the velocity of light in vacuum divided by velocity of light in an medium. അപ്പൊ N1 എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? C ബൈ V1 എഴുതാം. N2 എന്ന് പറഞ്ഞാൽ C ബൈ V2. ഈ റിലേഷൻ നിങ്ങൾക്ക് അറിയാവോ? ഇല്ലേ? ഇപ്പൊ പഠിച്ചോണം. എന്നുവെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ആവശ്യമില്ലാത്ത ടോപ്പിക്കാന്ന് പറഞ്ഞതിനകത്ത് പോയതായിരിക്കും ഇത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ വാക്വത്തിലെ വെലോസിറ്റിനെ മീഡിയത്തിലെ വെലോസിറ്റി കൊണ്ട് ഹരിച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന് കിട്ടും. അതാണ് ആ മെറ്റീരിയൽസിനെ കടത്തി വിടാനുള്ള കഴിവ്. അപ്പൊ ഈ V1 പകരം നമുക്ക് എന്നാന്ന് കൊടുക്കാം? V1 പകരം C ബൈ N1 എന്നും V2 പകരം C ബൈ N2 എന്നും എടുക്കാം. അപ്പൊ എങ്ങനെയാകും? C ബൈ N1 all divided by C by N2. That is equal to cross reciprocal എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോളിൽ പോകും. C by N1 into N2 by C. രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ N2 ഡിവൈഡഡ് ബൈ N1. അപ്പം BC ബൈ ADക്ക് എന്നാ കിട്ടി? N2 ബൈ N1 കിട്ടിക്കഴിഞ്ഞാൽ ഈ വശം സൈൻ I ബൈ സൈൻ R ആണ്. Therefore, sin I divided by sin R is equal to N2 divided by N1 based on Hygiene's principle. Very, very important. ഓരോ കാര്യങ്ങളും നന്നായി ചിന്തിച്ച് മനസ്സിലായോ നോക്കിയേ. മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്ക്. ആംഗിൾ എടുത്തതിനോ ട്രയാംഗിൾ എടുത്തതിനോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്, പറഞ്ഞു തരാം. സോ ഫൈനലി വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് സൈൻ I ബൈ സൈൻ R ഈക്വൽ ടു N2 ബൈ N1. N നേരിട്ട് കിട്ടിയില്ലാത്തതുകൊണ്ട് വെലോസിറ്റിയുടെ ടൈമിൽ V1ഉം V2ഉം കണ്ടുപിടിക്കുക. കൃഷിക്ക് അങ്ങനെ പഠിക്കുമ്പോൾ ഓർത്താൽ ആദ്യം V1ഉം V2ഉം കണ്ടുപിടിക്കുക.
ഇവണും ബീറ്റും കണ്ടുപിടിച്ച് വെച്ചിട്ട് ട്രയാങ്കിൾ രണ്ടെണ്ണം കൺസിഡർ ചെയ്ത് ഐയും ആറും എടുത്തിട്ട് സൈനയും സൈആറും കണ്ടുപിടിക്കുക. അപ്പോൾ അത് V1ന്റെയും V2ന്റെയും ടേമിൽ വരും. അതിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു C ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എന്ന് പറയുന്നത് കൊടുത്തു കഴിയുമ്പം sin I ബൈ sin R ഈസ് ഈക്വൽ ടു N2 ഡിവൈഡ് ബൈ N1 എന്ന് കിട്ടും. ക്ലിയർ ആയോ? എന്നാ വൃത്തിയായിട്ട് താഴത്തോട്ട് എസ്സേ പോലെ എഴുതിക്കൊണ്ട് വന്നേ. ഞാൻ ഈ എടുത്തുപോലെ കൺസിഡർ ട്രയാങ്കിൾ അപ്പുറം ഇപ്പുറം വലത്തോട്ടൊന്നും എഴുതല്ലേ, താഴേക്ക് സ്റ്റെപ്പായിട്ട് എഴുതി വരുമ്പോൾ ഒരു 1.5 പേജ് 2 പേജ് വരുന്ന എസ്സേ ആകും. AB is the incident wave front. CD is the refracted wave front. I is the angle of incidence. R is the angle of refraction. പിന്നെ എഴുതണ്ട, എന്നിട്ട് അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫിഗർ പറഞ്ഞാൽ മതി. വരച്ചു വെച്ചിട്ട് ഇതിനെ I എന്നും ഇതിനെ R എന്നും എടുക്കണം. എന്നിട്ട് എഴുതി വെക്കണം ആംഗിൾ BAC ഈക്വൽ ടു I, ആംഗിൾ ACD ഈക്വൽ ടു R. ഐയും ആറും എവിടെയാന്ന് നമ്മളുടെ ഫിഗറിനകത്ത് ഈ ഐയും ആറും ഉപയോഗിച്ച് ഇവിടെ അകത്ത് എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ച് വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ എഴുതാൻ വേണ്ടി. The time taken to travel the distance BC. ഇവിടെ വരുമ്പോഴോ the time taken to travel AD സഞ്ചരിക്കാൻ എടുത്ത സമയം ഇവിടെ, BC സഞ്ചരിക്കാൻ എടുത്ത സമയം ഇവിടെ. അത് രണ്ടും വെച്ച് വെലോസിറ്റി കണ്ടുപിടിക്കുന്നു V1 ബൈ V2. അത് VC ബൈ AD ആണെന്ന് കിട്ടണോ. അത് sin I ബൈ sin R ചെയ്യുമ്പം ഇതിൻ്റെ sin I ഓപ്പോസിറ്റ് സൈഡ് വഴി ഇതിൻ്റെ sin R ചെയ്യുമ്പം ആ ഇക്വേഷനിലോട്ട് എത്തും. രണ്ടും കൂടെ BC ബൈ AD ഇവിടെ നിന്നുള്ള ഇത് അതെന്ന് പറയണത് sin I ബൈ sin R ആണ് ഈ വശം. അത് ചെയ്തു വരുമ്പോൾ അവസാനം ദാറ്റ് ഈസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന് കിട്ടും. എഴുതിയെടുത്ത് എനിക്ക് പെട്ടെന്ന് വാട്സപ്പ് ചെയ്ത്. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റിനെ കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വേവ് ആണ്, ലൈറ്റിന് വേവ് പ്രോപ്പർട്ടി ഉണ്ട്, പാർട്ടിക്കിൾ പ്രോപ്പർട്ടി ഉണ്ട്, ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നൊക്കെ നമ്മൾ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇപ്പം ഇതാണ് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്കിൽ ഈ ബോർഡ് ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുകയാണെങ്കിൽ ലൈറ്റിന് 2 മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ഒന്നതായി ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പേപ്പറിൻ്റെ പ്ലെയിനിൽ ഒരു വൈബ്രേഷൻ ഇങ്ങനെ വരയ്ക്കണം. 1 2 3 മൂന്നെണ്ണം വരച്ചാൽ മതി. അതുപോലെ തന്നെ പേപ്പറിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പം അകത്തോട്ട് ബോർഡ് തുളഞ്ഞു കയറുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ വട്ടം വരയ്ക്കും, അകത്തോട്ടുള്ള മോഡ് ഓഫ് വൈബ്രേഷൻ. ഇതിന് ആരോ ഉണ്ട് കേട്ടോ, സോറി. അപ്പം ഇത് ഒരു മോഡ് ഓഫ് വൈബ്രേഷൻ ആണ്. ഈ പോകുന്ന ലൈറ്റിൻ്റെ 1 മോഡ് ഓഫ് വൈബ്രേഷൻ ഇൻ ദ സെയിം പ്ലെയിൻ, ദാറ്റ് ഈസ് ഗീവ് ദ ആരോ ഹെഡ്. ഈ ആരോ ഹെഡ് വെച്ച് തരുന്നത് അതാണ്. ആൻഡ് ദ ഡോട്ടഡ് പോയിന്റ്സ് ഗീവ്സ് the mode of vibration perpendicular to the board. Light has 2 mode of vibration. അതിന് ഒരെണ്ണം മാത്രം വരയ്ക്കണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇത് മാത്രം വരച്ചാൽ മതി. ഇത് ഒരു മോഡ് ഓഫ് വൈബ്രേഷൻ. രണ്ടാമത്തത് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇത് ഇൻ ദ സെയിം പ്ലെയിൻ ഓഫ് പേപ്പർ. അല്ലെങ്കിൽ നമ്മുടെ ഇതേ ബോർഡിന്റെ അതേ പ്ലെയിനിലാണ് ഈ വൈബ്രേഷൻ കിടക്കുന്നത്. ഹലോ, ഞാൻ പറയുന്നത് തന്നെയാണല്ലോ എനിക്ക് തിരിച്ചു കേൾക്കണേ. ഹലോ, ഹലോ, ശരിയായി.
സോനു മ്യൂട്ട് മാറിയപ്പോൾ എന്താ പറ്റുക? ഇതെന്ന് പറയുന്നത് ദ വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഓർ പേപ്പർ. അപ്പം ലൈറ്റിന് 2 മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. അത് ഒരെണ്ണം എന്ന് പറയുന്നത് അവ രണ്ടും പരസ്പരം 90 ഡിഗ്രി ആയിരിക്കും. ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ബോത്ത് ആർ 90 ഡിഗ്രി. ഇങ്ങനെയുള്ള ഒരു ലൈറ്റിനെ നമ്മൾ ഒരു പോളറൈസർ, അടുത്ത ടേമാണ് പോളറൈസർ. അതിനൊരു എക്സാമ്പിൾ ആണ് നിക്കോൾ പ്രിസം എന്ന് പറയും. നിക്കോൾ പ്രിസം. ഒരു നിക്കോൾ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒരു ട്രയാങ്കുലർ പോലെ ഇങ്ങനെ വരച്ചു വെക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കും. ഇതിലേതെങ്കിലും ഒരു മോഡിനെ മാത്രം കടത്തി വിടും. അപ്പം ഒന്നെങ്കിൽ കുത്തു മാത്രം ഇപ്പുറം ഇടുക, അല്ലെങ്കിൽ ആരോ മാത്രം ഇടുക. ഇവിടെ ഞാൻ ആരോ മാത്രം ഇട്ടാൽ ആരോ മാത്രം ഈ വശത്തോടെ കടന്നു പോകും. അപ്പൊ എന്നാ പറ്റി? ഒരു മോഡിനെ, ഒരു വൈബ്രേഷൻ ഓഫ് മോഡിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്ത് കടത്തി വിട്ടില്ല. അങ്ങനെ കടത്തി വിടാത്ത മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് പോളറൈസർ. ആ ഫിനോമിനയെ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. So the polarization is the phenomena of the restriction. തടയുക. Phenomena of the restriction of the vibration mode of light. ഈ അൺപോളറൈസ്ഡ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അൺപോളറൈസ്ഡ്. പോളറൈസേഷൻ നടന്നിട്ടില്ല. അതൊരു നിക്കോൾ പ്രിസത്തിലൂടെ കടന്നു വന്നു കഴിയുമ്പം, ഞാനിവിടെ നിക്കോൾ പ്രിസം എന്ന് പറയുന്നത്, അത് പോളറൈസേഷൻ നടക്കും, അല്ലെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റായി മാറും. പോളറൈസ്ഡ് ലൈറ്റായി മാറും. ഇനി ഇതിന് 2 എണ്ണം നമ്മളിങ്ങനെ വെക്കും. ആദ്യത്തേനെ വിളിക്കുന്ന പേരാണ് പോളറൈസർ. അത് പോളറൈസേഷൻ നടന്നു എന്നറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരെണ്ണോടെ വെക്കണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അത് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് അനലൈസർ. പോളറൈസർ വേണം, അനലൈസർ വേണം. അപ്പോഴും അതിന് പുറത്തേക്ക് വരുന്നത് ഇതുപോലെ തന്നെയുള്ള ആ മോഡ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും. ഇതേ പടത്തിന് തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മറ്റൊരു രീതി വരയ്ക്കാം. അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഇങ്ങനെ വരുവാണെങ്കിൽ കുത്തും വേണം, ആരോയും വേണം. അതായിട്ട് സ്കെയിൽ കൊണ്ടൊക്കെ വരയ്ക്കണം. അതൊരു പോളറൈസറിലൂടെ കടന്നു വരുവാണെങ്കിൽ ഇതിന് ശേഷം കുത്തു മാത്രം ഇട്ടാലും മതി. മനസ്സിലായോ? ഒരു മോഡിനെ തടഞ്ഞു, ഈ മോഡിനെ തടഞ്ഞിട്ട് ഇതിനെയും പോളറൈസേഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പടം എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളതൊരു പ്രസക്തിയുള്ള കാര്യമല്ല. 2 എണ്ണം ഉണ്ട്. കുത്തും ലൈൻ വരച്ച് ആരെ വരയ്ക്കുന്നതിൽ ഒരെണ്ണം മാത്രം പുറത്തു വരണം. അങ്ങനെ 2 മോഡ് ഓഫ് വൈബ്രേഷൻ ഉള്ള ലൈറ്റിന്റെ ഒരു മോഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ആ മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് പോളറൈസർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അൺപോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ ആദ്യം വരച്ചായിരുന്നു ഇങ്ങനെ. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ പടം. അതിന് ഒരു രീതിയോടെ വരയ്ക്കാം. ഇങ്ങനെ എല്ലാ വശത്തേക്കും ആരോ കൊടുത്തുണ്ട്. ഇങ്ങനെ 2 രീതിയും വരയ്ക്കുന്ന അൺപോളറൈസ്ഡ് ലൈറ്റ്, ഒന്നെങ്കിൽ ആരോ മാത്രമായിട്ട് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഡോട്ട്സ് മാത്രമായിട്ട് വരയ്ക്കുന്നത്, ഇത് പോളറൈസ്ഡ് ലൈറ്റ്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള മെയിൻലി ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഇൻട്രഡക്ഷൻ പാർട്ടുകൾ. പോളറൈസേഷൻ എന്നാണ്? ലൈറ്റ് ഹാസ് 2 മോഡ് ഓഫ് വൈബ്രേഷൻ. അതിൽ ഒരു മോഡ് ഓഫ് വൈബ്രേഷൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒരു മോഡ് ഓഫ് വൈബ്രേഷനെ മാത്രം നമുക്ക് പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുക്കുന്ന മോഡ് ഓഫ് വൈബ്രേഷൻ ഒരെണ്ണം മാത്രമാക്കി പുറത്തെടുക്കുന്ന ആ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. അത് ചെയ്യുന്നത് പോളറൈസർ ഉപയോഗിച്ചാണ്. അതിന് 2 ഭാഗങ്ങൾ വെക്കാറുണ്ട്. പോളറൈസറും ഉണ്ട്, അത് നടന്നു എന്ന് പഠിക്കാൻ വേണ്ടി അനലൈസറും വെക്കും.
അതിന് രണ്ടിനും ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറയുന്നത് നിക്കോൾ പ്രിസമാണ്. നിക്കോൾ പ്രിസത്തിലൂടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് കടന്നു കഴിയുമ്പോൾ അത് പോളറൈസ്ഡ് ലൈറ്റ് ആയി മാറും. ഒരു മോഡ് ഓഫ് വൈബ്രേഷൻ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. എഴുതിയെടുത്തേ. ബാലരമയിലൊക്കെ പണ്ടുണ്ടായിരുന്നൊരു പേരാണ് ബാഞ്ചിക്കുമാരി. ഇതല്ല കേട്ടോ. സോ ഫസ്റ്റ് വൺ മാലൂസ് ലോ. ഇത് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാണ് നമ്മളുടെ മോഡ് ഓഫ് ലൈറ്റ്, വൈബ്രേഷൻ ഓഫ് ലൈറ്റ് ഇങ്ങനെ നേരെ വന്നു. ഈ പറയുന്ന പോലെ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് മോഡ് ഓഫ് വൈബ്രേഷനും അതിനുണ്ട്. ഇവിടെ ആരോ വരയ്ക്കണം. ഇവിടെ നമ്മുടെ പെർപെൻഡിക്കുലർ വൈബ്രേഷൻ വരയ്ക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു നിക്കോൾ പ്രിസം അല്ലെ ഒരു പോളറൈസർ നേരെ വെക്കുന്ന കാര്യമാണ്. ഇനി ഞാൻ പറയാണ് ഇതൊരു തീറ്റ ഡിഗ്രി ചെരിവിലാണ് ഇരിക്കണമെന്ന് ഇരിക്കട്ടെ. ഈ പറയുന്ന നിക്കോൾ പ്രിസം ഒരു തീറ്റ ഡിഗ്രി ചെരിവിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ഈ ആംഗിൾ വേണേൽ തീറ്റ എന്ന് നമുക്ക് വരച്ചു നോക്കാം. ഇതിന്റെ സെന്ററുമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റയാണ്. തീറ്റ ഡിഗ്രിയിൽ ചെരിവിലിരിക്കുന്ന ഒരു നിക്കോൾ പ്രിസത്തിലൂടെയാണ് നമ്മളുടെ ലൈറ്റ് കടന്നു വരുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിലെ ഇൻറ്റൻസിറ്റി, ഇവിടെ കടന്നു വരുമ്പം കിട്ടുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൊസൈൻ ഓഫ് ദ ആംഗിളിന്റെ സ്ക്വയർ, കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇത്രേ പറയുന്നുള്ളൂ. I directly proportional to square of the cosine of the angle of the നിക്കോൾ പ്രിസം ഓർ ആംഗിൾ ഓഫ് റൊട്ടേഷൻ. അതായത് ഈ പറയുന്ന നിക്കോൾ പ്രിസത്തിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രിസോ. സെന്റൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? ദ ഇന്റൻസിറ്റി ആഫ്റ്റർ rotating the polarizer to theta degree then the intensity of the output light is directly proportional to the square of the square of the cosine of the angle of rotation. ഇനി ഞാൻ പറയുകയാണ് നമുക്ക് വേണേൽ അതിനെ I ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇന്റൻസിറ്റി ഇപ്പൊ ആദ്യം വന്ന ഇന്റൻസിറ്റി A0യും ആംപ്ലിറ്റ്യൂഡ് പുറത്തു വന്ന ആംപ്ലിറ്റ്യൂഡ് എയും ആണെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഔട്ട്പുട്ടിൽ വന്ന ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്ന ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറെ, അതാണ് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതുന്നത്, ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെയും എഴുതാം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു A0 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. വേറെ A0 ഈസ് ദ ബിഫോർ പോളറൈസേഷൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ലൈറ്റ് before polarization. This is the amplitude of the light after
പോളറൈസേഷൻ. ഇനി ഇത് ഇന്റൻസിറ്റി ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇത്ര എഴുതിയാൽ മുഴുവൻ മാർക്ക് കിട്ടും. ദിസ് ഈസ് മാലൂസ് ലോ. അതായത് നേരെ വെക്കേണ്ട ഒരു പോളറൈസർ നിക്കോൾ പ്രിസം തീറ്റ ആയെങ്കിൽ ഡിഫറൻസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിൽ കിട്ടുന്ന പോളറൈസേഷൻ നടന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ തീറ്റ, കോസ് സ്ക്വയർ ഓഫ് ദ തീറ്റയ്ക്ക് പ്രപ്പോർഷൻ ആയിരിക്കും. ഐ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് മാലൂസ് ലോ. ക്ലിയർ ആയോ? മീട്ടു മനസ്സിലായോ? പറഞ്ഞേ മാലൂസ് ലോ എന്നാന്ന്. ഇന്റൻസിറ്റി ഈ പോളറൈസർ റൊട്ടേറ്റ് ചെയ്യും, തീറ്റ ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷന് ശേഷം പുറത്തു വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കൊസൈൻ ആംഗിൾ ഓഫ് റൊട്ടേഷന്റെ കൊസൈന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, വെരി ഗുഡ്. നന്ദു എന്ന് പറഞ്ഞേ, എഴുതിയെടുത്ത എല്ലാരും പെട്ടെന്ന്. നന്ദു പറഞ്ഞേ. ഇന്റൻസിറ്റി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പോളറൈസേഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും? കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. തീറ്റ ഡിഗ്രി കറക്കിയാൽ അതിന്റെ കൊസൈന്റെ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇക്വേഷൻ എഴുതി വെച്ചോണം. ഐ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ. പെട്ടെന്ന് എഴുതിക്കേ. ഒരു ഹെഡിങ്ങോടെ ഡിസ്കസ് ചെയ്താൽ തീരും. അതാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അതായത് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ പറയുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യം പറയാം. ഇപ്പൊ നമ്മൾ നിക്കോൾ പ്രിസം എന്ന് പറഞ്ഞ പോലെ റിഫ്രാക്ഷൻ നടത്തിക്കൊണ്ടും റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ടും നമുക്ക് നമ്മളുടെ ലൈറ്റിനെ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റും. ഇപ്പൊ നോക്കി, ഇതാണ് നമ്മുടെ മീഡിയം ഇന്റർഫേസ്, ഇതാണ് ഇവിടുത്തെ മീഡിയം ഇന്റർഫേസ് എങ്കിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴുവാണ് ഇതിലോട്ട്. ഇവിടുന്ന് വന്ന് വീണ് അത് നമ്മൾ പറഞ്ഞു റിഫ്രാക്ഷൻ നടന്നു. അപ്പൊ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് ഇങ്ങ പോയി. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ വന്ന് വീണു, അത് റിഫ്ലക്റ്റ് ചെയ്തു. സോ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, അപ്പൊ ഇതിനകത്ത് തന്നെ വേണം, കുത്തും വേണം, മറ്റേ വരയും ആരോയും ഇടണം. അത് ഒരു റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ, റിഫ്രാക്ഷൻ മാത്രം നടക്കുന്ന പ്ലെയിനാണ് കേട്ടോ, ഒൺലി റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ ഇല്ല അവിടെ. അതിൻ്റെ ഔട്ട്പുട്ടിൽ 1 മോഡ് ഓഫ് വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ലൈറ്റ് പോളറൈസ്ഡ് ലൈറ്റായി മാറും. അത് ഇവിടെ എന്നാക്ക് വരയ്ക്കണം? ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതിവിടെ വന്ന് വീണ് കഴിഞ്ഞപ്പം ഈ സർഫസിൽ വെച്ച് അത് പോളറൈസ്ഡ് ആയി മാറി. പിന്നെ ഇങ്ങോട്ട് ആരോ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില അവസരങ്ങളിൽ റിഫ്രാക്ഷൻ നടത്തിക്കൊണ്ടും ഇവിടെ റിഫ്ലക്ഷൻ നടത്തിയ ഇതും അതുപോലെ തന്നെ ഈ വന്ന് വീഴുന്ന ഇൻസിഡന്റ് റേ, അതിൽ 2 മോഡും വരയ്ക്കണം. തിരിച്ചു പോകുന്നതിൽ ഒരു മോഡ് വരച്ചാൽ മതി. ആരോയ്ക്ക് വേറെ ഞാൻ ഇവിടെ ഇതാ വരച്ചത്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി എന്നാ ഞാൻ പറഞ്ഞു. ഇനി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇതാണ് പറയുന്നത്. ഇതുപോലെ പാർഷ്യൽ റിഫ്രാക്ഷനും രണ്ടും നടക്കുവാണ്. പാർഷ്യൽ റിഫ്രാക്ഷനും പാർഷ്യൽ റിഫ്ലക്ഷനും ഉണ്ടെന്ന് നോക്കും. അതായത് ഒരു ലൈറ്റ് ഒരു വസ്തുവിൽ വന്ന് പതിച്ചു കഴിഞ്ഞപ്പോൾ ആ ലൈറ്റിന്റെ കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചുപോയി, കുറച്ച് ഭാഗം റിഫ്രാക്ഷൻ സംഭവിച്ച്
താഴത്തേക്ക്. ഇവിടെ വന്ന് ഇൻസിഡന്റ് റേ ഇടിച്ചു കഴിഞ്ഞപ്പം കുറച്ച് ഇങ്ങോട്ടും പോയി, കുറച്ച് റിഫ്രാക്ട് ചെയ്ത് താഴത്തേക്കും പോയി. ഒന്ന് മാറ്റി വരച്ചോട്ടെ. ഇത് റിഫ്രാക്റ്റഡ് ആദ്യം വരച്ചു, ഇത് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു. ചെരിച്ചൊക്കെ വരയ്ക്കണം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാകുമ്പോൾ കേസ് ഇതാണ് പറയണത്. ഇവിടെ നോർമൽ നമുക്കുണ്ട്, ഇങ്ങനെ നോർമൽ ഇതിലേ കടന്നു പോകും. അപ്പൊ ഇതായിരുന്നു ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, വന്ന് വീഴുന്ന ആംഗിൾ. ഇത് റിഫ്രാക്ഷൻ, ഇത് റിഫ്ലക്ഷൻ. ഇതിനെ അവനെ പാറിന് പകരം എക്സ് എന്നോ വല്ല എടുത്തേക്കാം. ഇത് ഞാൻ ഇൻസ്റ്റന്റ് എടുക്കുന്നില്ല, പി എന്ന് എടുത്തേക്കാം, കുഴപ്പമില്ല. പോളറൈസേഷൻ നടക്കാൻ വന്ന് വീണ ആംഗിൾ. ഇനി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പറയണേ. ഇവിടെ വന്നപ്പം ഇവൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നു. അതിലൊരു ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് പോളറൈസ്ഡ് ആയിട്ട് പോയി, പകുതി ലൈറ്റ് റിഫ്രാക്ഷൻ നടന്ന് പോളറൈസ്ഡ് നടന്ന് താഴത്തേക്ക് പോയി. ഈ രണ്ടെണ്ണം, ഈ റിഫ്രാക്റ്റഡ് റേയും ഈ റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരു അവസരത്തിൽ 90 ഡിഗ്രി ആയാൽ ആ സമയത്ത് വന്നു വീണ ഈ ആംഗിൾ പി, ആ സമയത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരിനാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. EREWST, ബ്രൂസ്റ്റേഴ്സ്, ERS. മനസ്സിലായി? നന്നായിട്ട് ശ്രദ്ധിക്കണം. റിഫ്ലക്ഷനും റിഫ്രാക്ഷനും നടന്ന് പോളറൈസേഷൻ നടക്കുന്ന കേസിൽ ലൈറ്റ് വന്നൊരു പോയിന്റിൽ ഇടിച്ച് പകുതി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചുപോയി, പകുതി റിഫ്രാക്ട് ചെയ്ത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം the angle between the refracted ray and the reflected ray become 90 degree. At that time the incident angle P is called Brewster's angle. നമുക്ക് ഒരു ഡെഫിനിഷൻ ആയിട്ട് ഞാൻ ഡെഫിനിഷൻ എഴുതി തരാം. എങ്ങനെ എഴുതും? ഡ്യൂ ടു ദ പോളറൈസേഷൻ, രണ്ടും നടക്കണം, രണ്ടും വഴി നടക്കണം. ബൈ റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ നമ്മൾ പറയണേ, if the angle between reflected ray and refracted ray is 90 degree, then the angle of incidence is called. ഇതാണ് ഞാൻ എൻ്റെ വാക്യത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇംഗ്ലീഷിലുള്ള ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു, പക്ഷെ ഇതായിരിക്കണം അതിൻ്റെ അർത്ഥം. ഇൻസിഡന്റ് ഈസ് കോൾഡ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. എന്നൂടെ പറയാം. ഒരു റേ ഓഫ് ലൈറ്റ് ഒരു സ്ഥലത്ത് വന്ന് വീണിട്ട് പകുതി ഇടിച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി, പകുതി ആ മീഡിയം തുളച്ച് താഴത്തേക്ക് പോയാൽ ആ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും നടന്ന ലൈറ്റിന്റെ റേകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് വന്നു വീണ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. മനസ്സിലായോ?